പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് അള്ളാഹുവിൻ്റെ വചനം. അള്ളാഹുവിൻ്റെ വചനം എന്നാൽ എന്താണ്? അള്ളാഹു സംസാരിക്കുന്നത് നമ്മളെപ്പോലെ ശബ്ദത്തോടും അക്ഷരത്തോടും കൂടിയാണോ? സകല വസ്തുക്കളും സൃഷ്ടിയാണെന്നിരിക്കെ ഖുർആൻ മാത്രം എങ്ങനെ സൃഷ്ടിയല്ലാതാകും? അള്ളാഹുവിൻ്റെ വചനവും ഖുർആനിൽ അക്ഷരങ്ങളും തമ്മിലുള്ള ബന്ധമെന്ത്? നമ്മുടെ കൈകളിലുള്ള മുസഹഫും വചനവും ഒന്നാണോ? ഈ പറഞ്ഞതൊക്കെ നമുക്ക് വരാറുള്ള സംശയങ്ങളും ചോദ്യങ്ങളുമാണ്. ഇതിന്റെ യഥാർത്ഥ്യം എന്താണെന്നല്ലേ? നേരെ വിഷയത്തിലേക്ക്. വചനം അള്ളാഹുവിന് സ്ഥിരതയുള്ളതും മാറ്റമില്ലാത്തതും തുടക്കമില്ലാത്തതും കൂടിക്കലരാത്തതുമായ നിരവധി വിശേഷണങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ ആട്രിബ്യൂട്ട്സ് എന്നും അറബിയിൽ സിഫത്ത് എന്നും പറയും. അതിൽപ്പെട്ടതാണ് കലാം അഥവാ വചനം, അല്ലെങ്കിൽ സംസാരം. അള്ളാഹു നമ്മളെപ്പോലെ സംസാരിക്കുമോ? മനുഷ്യരെ പോലെ സംസാരിക്കുന്നതാണോ വചനം? നമ്മുടെ സംസാരത്തിന് തുടക്കമുണ്ട്, മാറ്റമുണ്ട്. ഇത് മനസ്സിലാക്കാൻ വളരെ സിമ്പിളായ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. നമ്മൾ സംസാരിക്കുമ്പോൾ ഓരോ വാക്കും എടുത്തു പറയാനായി അക്ഷരങ്ങൾ ഉച്ചരിക്കാറുണ്ട്. പ്ലാൻ എന്ന വാക്കിന്റെ ആദ്യത്തെ അക്ഷരം പി ആണ്. ഈ ഒരു വാക്ക് ഉച്ചരിക്കണമെങ്കിൽ ഈ ഒരു അക്ഷരം തുടങ്ങിയേ പറ്റൂ. സംസാരം എന്ന വിഷയം മാത്രം എടുക്കുകയാണെങ്കിൽ മനുഷ്യരെ സംബന്ധിച്ച് ഈ ഒരു വാക്ക് പറയാതിരുന്ന സമയമുണ്ട്. ഇനി പറയാൻ തുടങ്ങുകയാണെങ്കിൽ പി എന്ന അക്ഷരം ഉച്ചരിക്കാതെ ഈ വാക്ക് തുടങ്ങാൻ സാധിക്കില്ല. പ്ലാൻ എന്ന വാക്ക് നമ്മൾ ദിവസവും ഉച്ചരിച്ചാലും പി എന്ന അക്ഷരം വെച്ച് തുടങ്ങാതെ അതിന് സാധിക്കില്ല. കാരണം ഈ വാക്കിന് തുടക്കം പി എന്ന അക്ഷരമാണ്. അള്ളാഹുവിന്റെ വചനത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഭാഷകളിൽ ഉപയോഗിക്കുന്ന പോലെയുള്ള അക്ഷരങ്ങൾ ഇല്ല. യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ അക്ഷരം വന്നാൽ തുടക്കം എന്ന കാര്യം തീർച്ചയായിട്ടും ഉണ്ടാകും. അള്ളാഹുവിന്റെ വചനം എന്നാൽ അക്ഷരമല്ല. ഈ ഒരു യുക്തി പ്രകാരം കലാം എന്നത് തുടക്കമില്ലാത്തതാകുന്നു. ഹെൻ എന്ന വാക്കിൽ ഇ എന്ന അക്ഷരം ഉച്ചരിക്കണമെങ്കിൽ എച്ച് എന്ന അക്ഷരം പറഞ്ഞു തീരണം. എച്ചിൽ നിന്നും ഇ എന്ന അക്ഷരത്തിലേക്ക് കിടക്കുന്നതോടുകൂടി എച്ച് എന്ന ഉച്ചാരണം അവിടെ പറഞ്ഞു തീരുകയാണ്. മനുഷ്യ സംസാരത്തിൽ വരുന്ന ഇത്തരം ഉച്ചാരണ മാറ്റങ്ങൾ സ്വാഭാവികമാണ്. അള്ളാഹുവിന്റെ സംസാരം ഇത്തരം അക്ഷരങ്ങളും വാക്കുകളും അല്ലാത്തതിനാൽ മാറ്റമെന്ന പ്രതിഭാസം സംഭവിക്കുന്നില്ല. ഈ ഒരു യുക്തി പ്രകാരം കലാം എന്നത് മാറ്റമില്ലാത്തതാകുന്നു. അക്ഷരങ്ങളില്ലെങ്കിൽ ഖുർആനിൽ കാണുന്ന അക്ഷരം അത് സൃഷ്ടിയല്ലേ? അള്ളാഹുവിന്റെ സ്ഥിരപ്പെട്ടതും മാറ്റമില്ലാത്തതുമായിട്ടുള്ള വിശേഷണങ്ങളിൽപ്പെട്ടതാണ് കലാം. അത് അക്ഷരങ്ങളോ ശബ്ദങ്ങളോ ഇല്ലാത്തതാണ്. എന്നാൽ ആ വചനത്തെ നമുക്ക് വായിക്കാനും പഠിക്കാനും വേണ്ടി അള്ളാഹു നൽകിയ അടയാളങ്ങളാണ് ഈ അക്ഷരങ്ങൾ. ഖുർആനിലെ അക്ഷരങ്ങൾ സൃഷ്ടിയാകുമോ? മലക്കുകൾ, ജിന്നുകൾ, മനുഷ്യർ, മറ്റ് വിസിബിളും ഇൻവിസിബിളുമായ എന്തൊക്കെയുണ്ടോ ഇവയൊന്നും ബുദ്ധിയാൽ ചിന്തിച്ച് എഴുതുകയോ ആലോചനയിൽ വരുത്തുകയോ പുതുതായി എഴുതി സൃഷ്ടിച്ചുണ്ടാക്കുകയും ചെയ്തതല്ല എന്നുള്ളതാണ് സൃഷ്ടിയല്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഖുർആനിലെ വചനവും അള്ളാഹുവിന്റെ വിശേഷണമായിട്ടുള്ള കലാമിന്റെ ബന്ധവും എങ്ങനെ മനസ്സിലാക്കാം? ഇസ്ലാമിലെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതർ അള്ളാഹുവിന്റെ വചനത്തെ രണ്ട് രീതിയിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. ഒന്ന്, കലാമുൻ നഫ്സി അഥവാ അള്ളാഹുവിന്റെ സത്തയിലുള്ള അക്ഷരങ്ങളില്ലാത്ത വചനം. രണ്ട്, കലാമുൻ ലഫ്ലി അഥവാ ആ അനാദിയായ വചനത്തെ നമുക്ക് തിരിയാനും മനസ്സിലാക്കാനുമായി അറിയിച്ചു തരുന്ന അള്ളാഹു തന്നെ നിശ്ചയിച്ചു നൽകിയ അക്ഷരങ്ങളും ശബ്ദങ്ങളും. ഇത് അള്ളാഹുൽ നിന്ന് തന്നെയുള്ളതാണ്. ഈ അക്ഷരങ്ങളും വചനങ്ങളും മനുഷ്യരോ ജിന്നുകളോ നിർമ്മിച്ചതല്ല. മനുഷ്യരോ ജിന്നുകളോ ബുദ്ധിയാൽ ചിന്തിച്ച് എഴുതുകയോ പറയുകയോ ചെയ്യാത്തതുകൊണ്ട് അത് സൃഷ്ടിയല്ല എന്ന് പറയുന്നു. ഖുർആനും വചനവും ഒന്നാണോ എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ വിശേഷണമായ അനാദിയായ വചനത്തെ സനാദിയായ മനുഷ്യർക്ക് തിരിയാനും മനസ്സിലാക്കാനും അറിയിക്കാനുമായി അവൻ തന്നെ നിശ്ചയിച്ച അക്ഷരങ്ങൾ കൊണ്ടും അടയാളങ്ങൾ കൊണ്ടുമുള്ള മാധ്യമമാണ് മുസഹഫ്. ഇമാം ലക്കാനി ജൗഹറത്ത് തൗഹീദിൽ വ്യക്തമാക്കുന്നത് ഇങ്ങനെ: ഇറക്കപ്പെട്ട ലഫ്ലുകൾ, അക്ഷരങ്ങൾ അത് അനാദിയായ കലാമിനെ അറിയിക്കുന്ന അടയാളങ്ങളാണ്.